നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതും എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇന്ന് ഒരു ഫേസ് വാഷാണ്. ഫേസ് വാഷ് ഇപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഈ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേനാണ്. വീടുകളിൽ എല്ലാവരുടെ കയ്യിലും തേനുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ തേൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മൾ സാധാരണ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തേൻ എപ്പോഴും ആഡ് ചെയ്യാറില്ല. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിന് സ്വാഭാവികമായിട്ടുള്ളൊരു ഗ്ലോ തരും. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ക്ലോസ് ആവുന്നതിനും ഒക്കെ സഹായിക്കും ഈ തേൻ. അപ്പോൾ ഈ ഫേസ് വാഷും കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ, ആ പാടുകളൊക്കെ മായുന്നതിനും കൂടുതൽ നമ്മുടെ മുഖത്തിന് കളറ് കിട്ടുന്നതിനും നമ്മുടെ മുഖത്തുള്ള പോർസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ക്ലോസ് ആയി പോകുന്നതിനും എല്ലാം സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഫേസ് വാഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖക്കുരു ഒന്നും നമുക്ക് വരാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ഈ ഓപ്പൺ പോർസൊക്കെ ഉള്ളപ്പോൾ അവിടെ നമ്മുടെ ചെളിയൊക്കെ അടിഞ്ഞിട്ടാണ് നമുക്ക് മുഖക്കുരു വരുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലോസ് ആയി പോകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് കുരുക്കൾ വരുന്നതിനുള്ള സാധ്യതകൾ കുറയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിവ്യയുടെ ലിക്വിഡ് സോപ്പാണ്, ഞാനത് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഏതാണോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് സോപ്പാണ്, ഇപ്പോൾ പിയേഴ്സ് ഡോ സോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അതാണെങ്കിൽ ആ സോപ്പ് ഒന്ന് ഹാഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രേറ്റർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് അത് ചെറുതാക്കി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഓവനിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മെൽറ്റ് ചെയ്ത സോപ്പും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇതേപോലെ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കുള്ളത് ഈ ബോട്ടിലിൽ എനിക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അത്ര എടുക്കുന്നത്. ഈ ബോട്ടിലിലോട്ട് നമ്മൾ തേനുണ്ടല്ലോ, തേൻ ഞാൻ ഒഴിച്ചു കൊടുക്കണം. തേൻ ഏകദേശം ഒരു ഹാഫ് നമുക്ക് വേണ്ട, ഒരു 1/4 ഭാഗത്തിൻ്റെ അത്രയും മതി തേൻ നമുക്ക്. അപ്പോൾ ഇത്രയും തേൻ ഞാനതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ബോട്ടിലിൻ്റെ ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ തേൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിക്വിഡ് സോപ്പ് നമുക്കൊരു ഹാഫിൽ കൂടുതൽ ലിക്വിഡ് സോപ്പും വരും, ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ തേനും വരും. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ ഇടാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ടില്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് അത്രയും മോയ്സ്ചറൈസിങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ഫേസ് വാഷിലൂടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മടിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് വാഷാണിത്. നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ മുഖം ഒട്ടും ഡ്രൈ ആകത്തില്ല. അതുകൊണ്ട് തന്നെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ബോട്ടിൽ കണ്ടല്ലോ, അത് കുഞ്ഞ് ഇതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സ്പൂണൊന്നും കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നന്നായിട്ട് കുലുക്കിയൊക്കെ എടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്യുക. സാധാരണ ഇപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരായിരിക്കും, ആ ഫേസ് വാഷ് അങ്ങ് മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചേരെ, എന്നിട്ട് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ദിവസം 2 പ്രാവശ്യം ഉപയോഗിക്കുക, രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല. നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ സേഫായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്ന് ഒരിക്കലും ഡ്രൈ ആവുകയില്ല. പിന്നെ ഞാനൊരു കാര്യം പറയുന്നു, ഇത് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ആൺകുട്ടികൾക്കും ഉപയോഗിക്കാം. ഇനി ഞങ്ങൾക്ക് ആണുങ്ങൾക്കായിട്ടുള്ളതൊന്നും നിങ്ങളെന്താ ചെയ്യാത്തതെന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്.
ഇപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയില്ല, ഇതെനിക്ക് ഒരാഴ്ചത്തേക്ക് പറ്റും. ഇപ്പം നിങ്ങൾക്ക് വലിയ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ എല്ലാം ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഒരു പ്രശ്നവുമില്ല, ഇതങ്ങനെ ചീത്തയായി പോകത്തോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.